നമ്മുടെ തോരൻ, ചൂട് ബീഫ്, ചോറ്. അപ്പോൾ ബീഫൊന്നും ഞാൻ കഴിക്കുന്നില്ല. നമ്മൾ ആദ്യമായിട്ട് കണ്ടുപിടിച്ച തോരൻ എങ്ങനെയാണെന്ന് നോക്കാം. ചോറിൻ്റെ കൂടെ കണ്ടുപിടിച്ച തോരനോ? അടിപൊളിയാ. നീയായിട്ട് കണ്ടുപിടിച്ചാണോ? ജിമ്മി ഇവിടെ ചോദിക്കണം ഞാനായിട്ടാണ്. അപ്പം ജിമ്മിയോട് ചോദിക്കാം തോരൻ എങ്ങനെയുണ്ടെന്ന്. തോരന്നല്ല, പക്ഷേ ഇത് ഞാൻ നാട്ടിലൊക്കെ വെച്ച് കഴിച്ചിട്ടുള്ള ഒരു നാട്ടിലെ ബ്രസൽസ് സ്പ്രൗട്ട്സ് ആയിരുന്നു പണ്ട് ജിമ്മി കഴിച്ചത്. അതിന്റെ ആ ടേസ്റ്റ് വരുന്ന മേ ബി വാഴക്കായിരിക്കും. അപ്പം അത്രേ അറിയാം മതി. എങ്ങനെയുണ്ട് തോരൻ? അമ്മ ഇന്ന് ഇന്നോവേറ്റ് ചെയ്ത തോരൻ, പുതിയ തോരൻ, ചെറുപയറും ബ്രസൽസ് സ്പ്രൗട്ട്സും. നമ്മളെ അമ്മമാർ അല്ലെങ്കിൽ ഭാര്യമാരാണ് തോന്നുന്നത് ഏറ്റവും ഇന്നോവേറ്റീവ് കുക്കിങ്ങിൽ. നാളെ എന്ത് കുക്കും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ പലതും പുതിയതായിട്ട് കണ്ടുപിടിക്കും. അപ്പോൾ ഇന്ന് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്ന തോരനാണ് ചെറുപയർ ബ്രസൽസ് സ്പ്രൗട്ട്സ് തോരൻ. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ളത് ഒരു കുഞ്ഞ് സവാള, 3-4 കുഞ്ഞുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ ഒതുക്കിയെടുത്ത തേങ്ങ, പാകത്തിന് തേങ്ങ, ഒരു പിഞ്ച് നല്ല ജീരകം, 2 കുഞ്ഞുള്ളി നടുവേ കീറിയത്, ആവശ്യത്തിന് പച്ചമുളക്, സ്വല്പം മഞ്ഞൾപ്പൊടി, നന്നായിട്ട് ഒതുക്കിയെടുക്കുക. എണ്ണ ചൂടായി കടുക് പൊട്ടിച്ചതിന് ശേഷം അരിഞ്ഞു വെച്ച സവാള, കറിവേപ്പില, ഇടിച്ചെടുത്ത കുഞ്ഞുള്ളി, വെളുത്തുള്ളി എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വഴറ്റുക. സ്വല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് വെച്ച ചെറുപയർ, ചോപ്പ് ചെയ്ത് വെച്ച ബ്രസൽസ് സ്പ്രൗട്ട്സ്, ഒതുക്കി വെച്ച തേങ്ങാക്കൂട്ട്, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. എല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ച് തട്ടിപ്പൊത്തി 10 മിനിറ്റ് നേരത്തേക്ക് മൂടി വെക്കുക. തോരൻ റെഡിയായി. അതിൻ്റെ മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ തൂവുക, തീ ഓഫ് ചെയ്യുക, മൂടി വെക്കുക. തോരൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോ. നല്ല തോരനാണ്. എല്ലാവർക്കും നല്ല ദിവസം.